രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ അന്വേഷണം വിപുലീകരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ഒരു നിർണായകമായ ഒരു നീക്കം നടത്തുകയാണ്. അതായത് ഇന്ന് ചേർന്ന അന്വേഷണ സംഘങ്ങളുടെ ഒരു യോഗങ്ങൾക്ക് ശേഷമാണ് അടുത്ത ഘട്ടത്തിലേക്കുള്ള അന്വേഷണം അല്ലെങ്കിൽ ഏത് രീതിയിലേക്ക് നടക്കണം ഒരു നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയത്. രാമക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ ഉരുക്കി സ്വർണ്ണ ബിസ്ക്കറ്റുകളാക്കി മാറ്റി ഐഡന്റിറ്റി മറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് SIT ഇപ്പോൾ. യഥാർത്ഥ ആഭരണങ്ങൾ കണ്ടെത്താതിരിക്കാൻ പ്രതികൾ മോഷ്ടിച്ച സ്വർണം വെള്ളി ആഭരണങ്ങൾ ഉരുക്കിയിരിക്കാമെന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംശയിക്കുന്നത്. കാണാതായ ആഭരണങ്ങൾ ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്തതിനാലാണ് സംശയം ഇപ്പോൾ ബലപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു സംശയത്തിലേക്കാണ് SIT ഇപ്പോൾ പോകുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി SIT ഉദ്യോഗസ്ഥർ രാമക്ഷേത്രം സന്ദർശിക്കുകയും ഭക്തരിൽ നിന്ന് ലഭിച്ച ആഭരണങ്ങളുടെയും മറ്റു വിലയേറിയ വഴിപാടുകളുടെയും ഇൻവെന്ററി, അതോടൊപ്പം തന്നെ സംഭ്രമം, അതോടൊപ്പം തന്നെ പരിപാലനം എന്നിവയെക്കുറിച്ച് ക്ഷേത്ര ചുമതലയുള്ള KT ബാബുവിനെ ചോദ്യം ചെയ്തു വരികയാണ്. ആഭരണങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് വിലയേറിയ സംഭാവനകളും സംബന്ധിച്ച രേഖകളും സർക്കാർ ഉടമസ്ഥയിലുള്ള പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി നടത്തിയ ഇടപാടുകളുടെ വിശദാംശങ്ങളും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാങ്കുകളിലേക്കും അതോടൊപ്പം തന്നെ മിന്ററികളിലേക്കും അയച്ച വിലയേറിയ ലോഹങ്ങളുടെ പൂർണ്ണമായ കണക്ക് ഉദ്യോഗസ്ഥർ തേടിയിട്ടുണ്ട്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥാടന ക്ഷേത്ര ട്രസ്റ്റ് തങ്ങളുടെ ത്രൈമാസ യോഗങ്ങളിൽ പണമായുള്ള സംഭാവനകളും വരുമാനവും അവലോകനം ചെയ്തിരുന്നുവെങ്കിലും സ്വർണ്ണം, വെള്ളി, മറ്റ് വിലയെടുപ്പുള്ള വഴിപാടുകൾ എന്നിവയുടെ അളവ്, അതിന്റെ മൂല്യം, അതിന്റെ ശേഖരങ്ങൾ എന്നിവ സംബന്ധിച്ച വിശദമായ രേഖകളൊന്നും തന്നെ അവരുടെ അജണ്ടയുടെ പതിവ് ഭാഗമായിരുന്നില്ല എന്നാണ് അന്വേഷണത്തിൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഭക്തരിൽ നിന്ന് ലഭിക്കുന്ന വിലയേറിയ ലോഹങ്ങളുടെ ഗുണനിലവാരവും അളവും വിലയിരുത്തുന്നതിനുള്ള പ്രക്രിയയുടെ ഭാഗമായി പരിശോധനയ്ക്കും ഉരുക്കലിനും വേണ്ടി സർക്കാർ നടത്തുന്ന മിന്ററിലേക്ക് ട്രസ്റ്റ് ആദ്യഘട്ടത്തിൽ 9.44 ക്വിന്റൽ വെള്ളി അയച്ചിരുന്നുവെന്നാണ് വ്യക്തമായിട്ടുള്ളത്. ക്ഷേത്രത്തിന് ഏകദേശം 13 ക്വിന്റൽ വെള്ളിയും ഏകദേശം 20 കിലോഗ്രാം സ്വർണവും സംഭാവനയായി ലഭിച്ചതായി മുൻ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയം അന്വേഷണത്തിന്റെ ഭാഗമായി ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ അക്കൗണ്ടുകൾ SIT വീണ്ടും ഓഡിറ്റ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ഓഡിറ്റിംഗിൽ നിർമ്മാണ ചെലവുകളും അതോടൊപ്പം തന്നെ വഴിപാടായി ലഭിച്ച സ്വർണം, വെള്ളി ആഭരണങ്ങൾ, മറ്റ് വിലവെടുപ്പുള്ള വസ്തുക്കൾ എന്നിവ പരിശോധിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി നിർമ്മാണ സമയത്തും എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ ക്രമക്കേടുകൾ അല്ലെങ്കിൽ തിരിമറികൾ നടന്നിട്ടുണ്ടോ എന്നും SIT ഇതിൽ പരിശോധിക്കുന്നുണ്ട്. ജൂൺ 7-നാണ് രാജ്യത്തെ നടുക്കിയ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് പുറത്തു വന്നത്. തുടർന്ന് ഉത്തർപ്രദേശ് സർക്കാർ ഒരു SIT രൂപീകരിച്ചു. സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ജൂൺ 25-ന് FIR രജിസ്റ്റർ ചെയ്യുകയും ക്ഷേത്രത്തിലെ സംഭാവന എണ്ണൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട 8 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്ഷേത്ര മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, അതോടൊപ്പം തന്നെ മുൻ ട്രസ്റ്റി അനിൽ മിശ്ര, ക്ഷേത്ര ഉദ്യോഗസ്ഥർ ഗോപാൽ റാവു എന്നിവരെയും SIT ചോദ്യം ചെയ്തു വരുന്നുണ്ട്. ഈ ചമ്പത് റായുടെ അടക്കം അറസ്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് SIT പറയുന്നത്. കൂടാതെ ഉത്തർപ്രദേശ് സർക്കാർ EDയുടെ അന്വേഷണത്തിലേക്കും CBIയുടെ അന്വേഷണവും നടത്താനായിട്ട് ഉത്തർപ്രദേശ് സർക്കാർ ഒരു നിർണായകമായ ഒരു നീക്കം നടത്തുന്നുണ്ട്. കാരണം അടുത്ത വർഷം ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ പ്രതിപക്ഷം ഈ അയോധ്യ രാമജന്മഭൂമിയിലെ ഈ സംഭാവന കൊള്ള ഒരു വിഷയമായി ഉയർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചോദ്യത്തിനുമുള്ള ഒരു ഉത്തരം, അതായത് അവിടെ ഒരു ചോദ്യവും അയോധ്യയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരുത്താത്ത രീതിയിൽ ജനങ്ങൾക്ക് പൂർണ്ണമായി വിശ്വാസം സർക്കാർ നൽകണം. ആ രീതിയിലേക്കാണ്, അതായത് ഫുൾ കാർഡ് അടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നിഷ്പക്ഷമായ ഒരു അന്വേഷണമായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഭാഗത്തെ SITയുടെ അന്വേഷണം നടക്കുമ്പോൾ മറുഭാഗത്തെ EDയുടെ അന്വേഷണവും അതോടൊപ്പം തന്നെ CBIയുടെ അന്വേഷണവും കൂടി യോഗി ആദിത്യനാഥ് സർക്കാർ നടത്താനുള്ള ഒരു നീക്കം ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉടൻ തന്നെ RSSന്റെ മേധാവി കാണുന്നുണ്ട്. അതിനുശേഷമായിരിക്കും നരേന്ദ്രമോദി ഇപ്പോൾ വിദേശത്ത് പോയി വന്നതിന് ശേഷം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാവും അയോധ്യ രാമ ജന്മഭൂമിയിലെ സംഭാവന കൊള്ള. അതിനുശേഷമായിരിക്കും ഒരു നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് EDയും CBIയും കൂടെ ഒന്നിച്ചൊരു അന്വേഷണത്തിലേക്ക് കൊണ്ട് എത്തുന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ എത്താൻ പോകുന്നത്.